ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അതുൽസ് ഫാർമ ക്യാപ്സ്യൂൾ. ഒരു പേഷ്യൻറ്റിന് ആസ്പിരിൻ കൊടുക്കുന്നു, മറ്റൊരാൾക്ക് ഹെപ്പാരിനും വേറൊരാൾക്ക് അൾട്ടിപ്ലേസും നൽകുന്നു. ഇവ മൂന്നും ബ്ലഡ് ക്ലോട്ടുമായി ബന്ധപ്പെട്ട മരുന്നുകളാണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം നിങ്ങൾക്കുണ്ടാകാം. ഇവ മൂന്നും ഒരേ ജോലി തന്നെയാണോ ചെയ്യുന്നത്, അതോ ഓരോന്നിനും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ആക്ഷനാണോ ഉള്ളത്? ഈ വീഡിയോയുടെ അവസാനമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ആൻറ്റിപ്ലേറ്റ്ലെറ്റ്സ്, ആൻറ്റികോയാഗുലൻസ് ആൻഡ് ത്രോംബോലൈറ്റിക്സ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപായി നമുക്ക് വേറൊരു ചെറിയ കാര്യം മനസ്സിലാക്കാം. എന്താണ് ബ്ലഡ് ക്ലോട്ട്? ഒരു ബ്ലഡ് വെസലിന് ഇഞ്ചുറി സംഭവിച്ചാൽ ആദ്യം അവിടെ എത്തുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. അവ പരസ്പരം ഒട്ടിച്ചേർന്ന് പ്ലേറ്റ്ലെറ്റ് അഗ്രഗേഷൻ നടത്തി ഒരു പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഉണ്ടാക്കും. പക്ഷേ ഇതുകൊണ്ട് മാത്രം ക്ലോട്ട് സ്ട്രോങ് ആകുന്നില്ല. അടുത്തതായി കൊയാഗുലേഷൻ കാസ്കേഡ് ആക്ടിവേറ്റ് ചെയ്യും. അതിലൂടെ ഫൈബ്രിൻ രൂപപ്പെടും. ഈ ഫൈബ്രിൻ പ്ലേറ്റ്ലെറ്റ് പ്ലഗിനെ ശക്തമാക്കി ഒരു സ്റ്റേബിൾ ബ്ലഡ് ക്ലോട്ട് രൂപപ്പെടുത്തും. ഇനി എൻ്റെ ചോദ്യം, ഈ പ്രോസസ്സിൻ്റെ ഏത് സ്റ്റേജിലാണ് ഓരോ ഡ്രഗും വർക്ക് ചെയ്യുന്നത്? ആദ്യം നമുക്ക് ആൻറ്റിപ്ലേറ്റ്ലെറ്റ്സ് എന്താണെന്ന് നോക്കാം. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് പ്ലേറ്റ്ലെറ്റുമായി ബന്ധപ്പെട്ട എന്തോ ആണ് എന്ന്. ഇവ പ്ലേറ്റ്ലെറ്റ് അഗ്രഗേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, അതായത് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് രൂപപ്പെടാതിരിക്കാൻ സഹായിക്കുന്നു. ഇതിൻ്റെ എക്സാമ്പിൾസ് ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ, ടിക്കാഗ്രലോർ എന്നിവയാണ്. അതുകൂടാതെ ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് എന്താണ് എന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പ്രിവെൻഷൻ, ആഫ്റ്റർ കൊറോണറി സ്റ്റെന്റ് പ്ലേസ്മെൻറ്റ്, പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് എന്നിവയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആൻറ്റിപ്ലേറ്റ്ലെറ്റ്സ് ഏത് സ്റ്റേജിലാണ് വർക്ക് ചെയ്യുന്നത്? പ്ലേറ്റ്ലെറ്റ് സ്റ്റേജിൽ. പക്ഷേ ബ്ലഡ് ക്ലോട്ടിൽ പ്ലേറ്റ്ലെറ്റ്സ് മാത്രമല്ലല്ലോ, അതിനെ ശക്തമാക്കുന്ന ഫൈബ്രിൻ കൂടിയുണ്ട്. അപ്പോൾ ഫൈബ്രിൻ ഫോർമേഷൻ ആരാണ് തടയുന്നത്? അതിനുള്ള ഉത്തരമാണ് ആൻറ്റികോയാഗുലൻസ്. ഇവ പ്ലേറ്റ്ലെറ്റിൽ അല്ല, കൊയാഗുലേഷൻ ഫാക്ടറിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഫൈബ്രിൻ ഫോർമേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ബ്ലഡ് ക്ലോട്ട് വലുതാകുന്നതും പുതിയ ക്ലോട്ട് രൂപപ്പെടുന്നതും തടയാൻ ഇവ സഹായിക്കുന്നു. ആൻറ്റികോയാഗുലൻസിൻ്റെ എക്സാമ്പിൾസ് ഹെപ്പാരിൻ, എനോക്സപാരിൻ, വാർഫാരിൻ എന്നിവയാണ്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആക്ഷൻസ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, പൾമണറി എംബോളിസം, ഏട്രിയൽ ഫിബ്രിലേഷൻ ആൻഡ് മെക്കാനിക്കൽ ഹാർട്ട് വാൽവ് എന്നിവയാണ്. ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ്. ആൻറ്റിപ്ലേറ്റ്ലെറ്റ്സും ആൻറ്റികോയാഗുലൻസും എക്സിസ്റ്റിംഗ് ബ്ലഡ് ക്ലോട്ടിനെ ഡിസോൾവ് ചെയ്യില്ല. അപ്പോൾ എക്സിസ്റ്റിംഗ് ക്ലോട്ട് ഡിസോൾവ് ചെയ്യുന്നത് ആരാണ്? അതിനാണ് ത്രോംബോലൈറ്റിക്സ്. ഇവയെ ക്ലോട്ട് ബസ്റ്റേഴ്സ് എന്നും വിളിക്കുന്നു. കാരണം ഇവ പ്ലാസ്മിനോജനെ പ്ലാസ്മിനാക്കി മാറ്റുന്നു. പ്ലാസ്മിൻ ഫൈബ്രിൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് എക്സിസ്റ്റിംഗ് ബ്ലഡ് ക്ലോട്ട് ഡിസോൾവ് ചെയ്യും. എക്സാമ്പിൾസ് ഓഫ് ത്രോംബോലൈറ്റിക്സ് ആർ അൾട്ടിപ്ലേസ്, ടെനക്ടപ്ലേസ്, സ്ട്രെപ്റ്റോകൈനേസ് എന്നിവയാണ്. അടുത്തതായി ഇതിൻ്റെ ഇൻഡിക്കേഷൻസ്. അക്യൂട്ട് ഇസ്കീമിക് സ്ട്രോക്കിലും ST എലിവേറ്റഡ് MIയിലുമാണ് ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത്. അതുകൂടാതെ മാസീവ് പൾമണറി എംബോളിസത്തിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഏത് ഡ്രഗ് ഗ്രൂപ്പ് ആയാലും ചികിത്സയ്ക്കൊപ്പം ചില സൈഡ് എഫക്ട്സ് ഉണ്ടാകാം. അതുപോലെ തന്നെ ഓരോ മരുന്ന് നൽകുമ്പോഴും നേഴ്സ് ശ്രദ്ധിക്കേണ്ട ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നേഴ്സിംഗ് റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. ആദ്യം നമുക്ക് ആൻറ്റിപ്ലേറ്റ്ലെറ്റ്സിൻ്റെ നോക്കാം. ആൻറ്റിപ്ലേറ്റ്ലെറ്റ്സിൻ്റെ കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ബ്ലീഡിംഗ്, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ, ബ്രൂയിസിങ് എന്നിവയാണ്. ഇവിടെ നേഴ്സസ് റെസ്പോൺസിബിലിറ്റീസ് പേഷ്യൻ്റിൽ ബ്ലീഡിംഗ് സൈൻസ് ഉണ്ടോ എന്ന് നിരീക്ഷിക്കുക, ബ്ലാക്ക് സ്റ്റൂൾ അല്ലെങ്കിൽ ഹെമച്യൂറിയ ഉണ്ടോ എന്ന് നിരീക്ഷിക്കുക, അൺനെസസറി ആയിട്ടുള്ള IM ഇഞ്ചെക്ഷൻസ് ഒഴിവാക്കുക, ബ്ലീഡിംഗ് ഉണ്ടായാൽ ഉടൻ റിപ്പോർട്ട് ചെയ്യാൻ പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നിവയാണ്. ആൻറ്റികോയാഗുലൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ബ്ലീഡിംഗ്, ഹെപ്പാരിൻ ഇൻഡ്യൂസ് ത്രോംബോസൈറ്റോപീനിയ, എക്സസീവ് ആൻറ്റികോയാഗുലേഷൻ എന്നിവയാണ്. ഇതിൻ്റെ പ്രധാന നേഴ്സിംഗ് റെസ്പോൺസിബിലിറ്റീസ് ഹെപ്പാരിൻ ഉപയോഗിക്കുന്നവർക്ക് ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം മോണിറ്റർ ചെയ്യുക, വാർഫാരിൻ ഉപയോഗിക്കുന്നവർക്ക് ഇൻ്റർനാഷണൽ നോർമലൈസ് റേഷ്യോ മോണിറ്റർ ചെയ്യുക, ബ്ലീഡിംഗ് സൈൻസ്, ഹീമോഗ്ലോബിൻ ലെവൽ, ബ്ലഡ് പ്രഷർ എന്നിവ നിരീക്ഷിക്കുക, അതുകൂടാതെ ഇഞ്ചുറി ഒഴിവാക്കാൻ പേഷ്യൻറ്റിന് പ്രോപ്പറായ എഡ്യൂക്കേഷൻ നൽകുക എന്നിവയാണ്. ത്രോംബോലൈറ്റിക്സിൻ്റെ കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് സിവിയർ ബ്ലീഡിങ്ങും ഇൻട്രാക്രീനൽ ഹെമറേജുമാണ്. നേഴ്സസ് റെസ്പോൺസിബിലിറ്റീസ് ആണെങ്കിൽ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് നിരീക്ഷിക്കുക, ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യുക, അൺനെസസറി ഇൻവേസീവ് പ്രൊസീജിയേഴ്സ് ഒഴിവാക്കുക, ഏതെങ്കിലും ബ്ലീഡിംഗ് കണ്ടാൽ ഉടൻ ഡോക്ടറെ അറിയിക്കുക എന്നിവയാണ്. ഇതുകൂടാതെ ഏറ്റവും പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ആൻറ്റിപ്ലേറ്റ്ലെറ്റ്സും ആൻറ്റികോയാഗുലൻസും ത്രോംബോലൈറ്റിക്സും ഈ 3 ഡ്രഗ് ഗ്രൂപ്പിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കോമൺ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ബ്ലീഡിംഗ് ആണ്. അതുകൊണ്ട് ഏത് മരുന്ന് നൽകുമ്പോഴും നേഴ്സ് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഉത്തരവാദിത്വം ഓൾവേസ് അസസ് ഫോർ ബ്ലീഡിംഗ് എന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ 3 ഗ്രൂപ്പ് ഡ്രഗ്സിനെ കുറിച്ചും മനസ്സിലായല്ലോ അല്ലേ?
Antiplatelets prevents platelet aggregation. Anticoagulants prevent fibrin formation. And last, thrombolytics, which helps to dissolve existing blood clots. If you found this video helpful, please give it a thumbs up, share it with your friends, and don't forget to subscribe to Adul's Pharma Capsule for more pharmacology videos.